ഇന്നതായിട്ട് ബ്രെഡും ചായയും കഴിക്കുന്നത്. ഗ്യാസ് ലീക്കായി. അത് ഇനിയിപ്പോൾ അത് അവർ വന്നു ഗ്യാസ് കൊണ്ടുവന്നാൽ ലീക്കല്ലേ. വാഷർ മാറണം. അന്നേരം ഇപ്പം അവിടുന്ന് അവരുടെ കമ്പനിയിൽ നിന്ന് ആളുകളെ വിളിച്ച് അപ്പം അവർ വന്ന് മാറും. അവർ വിളിച്ച് പറഞ്ഞു വരുമെന്ന്. അതുകൊണ്ട് ഞാനതങ്ങ് അടച്ചു വെച്ച്. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ശരിയാക്കി. ബ്രെഡും ചായയും കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ വേറെ കുറ്റി പകരം വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ വാഷർ എടുത്ത് കുത്തി ഈ വാഷർ കുത്തി കളഞ്ഞിട്ട് അതിടാം. രാവിലെ തന്നെ അതുകൊണ്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയതില്ല. ഗ്യാസ് പണി തന്നല്ലേ. ഗ്യാസ് വാഷർ പ്രശ്നം കൊണ്ടുവന്നപ്പോൾ അത് വേണം നമ്മുടെ ചായയും ബ്രെഡും കഴിക്കണം. വാഷർ മാറിയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുപ്പില്ല. അടുപ്പ് വെളിയിലാണ്. മഴയായതുകൊണ്ട് വിറകൊക്കെ ഇട്ട് കത്തിക്കാനുള്ള അടുപ്പ് അത് വെളിയിലാണ്. അതുകൊണ്ട് പിന്നെ മഴയായത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മഴ നനയും. ഈ സത്യത്തിൽ ഗ്യാസിന് എന്താ പറ്റിയതാ? അത് റെഗുലേറ്റർ കുത്തിയപ്പോൾ ലീക്കായോ? അത് ലീക്കായി. അപ്പോൾ അത് വാഷർ പോകുന്നു. അതിൻ്റെ വാഷർ പൊട്ടി കാണും. വാഷറിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എങ്ങനെ അത് മനസ്സിലാക്കുമോ? നമുക്ക് വർഷങ്ങളായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും പിന്നെ വാഷർ ഇതുപോലെ പല പ്രാവശ്യം ചില ഗ്യാസ് കുറ്റികൾ പഴക്കമൊക്കെ ചെന്നവർക്ക് ഓരോ വീടുകളിൽ ഉപയോഗിക്കുന്നില്ലേ. ചിലർ ചിലപ്പോൾ റെഗുലേറ്റർ കുത്തി വലിച്ചൊക്കെ എടുക്കുമ്പോഴത്തേന് അതും ഇങ്ങനെ പൊട്ടും. അത് പിന്നെ അവരവിടെ കൊണ്ടുപോയിട്ട് അവർ ചിലപ്പോൾ ഇടുമ്പോഴും അത് പൊട്ടും. അവർ ശ്രദ്ധിക്കുന്നില്ലല്ലേ ഗോഡൗണുകാരൻ. പിന്നെ അതെടുത്ത് ഇങ്ങനെ കുറ്റിയൊക്കെ എടുത്ത് എറിയുകയും ഒക്കെയല്ലേ ചെയ്യുന്നു. അപ്പോൾ വാഷറിന് ലീക്ക് വരും. ചിലപ്പോൾ അതിനകത്ത് ഫിറ്റ് ആവാതിരിക്കുക എന്നൊന്നും അറിയത്തില്ല. അത് ഭയങ്കര അപകടം ചെയ്യും. പിന്നെ അത് നമ്മൾ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരം മാറ്റണം. അന്നേരം കമ്പനിക്കാരെ വിളിക്കണം മാറ്റണമെങ്കിൽ. പിന്നെ വീട്ടിൽ അറിയാവുന്നവർക്കാണെങ്കിൽ അത് കുറ്റി വേറെ വല്ല കുറ്റി ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ വാഷർ എടുത്ത് ഇട്ടാൽ മതി. നമുക്ക് പിന്നെ അത് ഇടാനായിട്ടുള്ള അറിഞ്ഞൂടാത്തതുകൊണ്ട് അറിയാം ചെറുക്കൻ അവിടെ ഇല്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണമല്ലേ കുറ്റിയൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. കുറ്റി ഫിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ലീക്കാന്നോ അല്ലയോ എന്നൊക്കെ. ഇങ്ങനെ നമ്മൾ റെഗുലേറ്റർ ഓൺ ആക്കുന്നുണ്ടെങ്കിൽ തന്നെ കൂന്നും പറഞ്ഞ് ഇങ്ങനെ ഗ്യാസ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതങ്ങ് ലോക്ക് ചെയ്ത് ഊരി മറ്റേ അതിൻ്റെ അടപ്പിട്ട് അടച്ച് ലോക്കാക്കി വെക്കണം. എന്നിട്ട് അവരെ വിളിച്ചറിയിക്കണം. പിന്നെ അല്ലെങ്കിൽ അവർ വരുമ്പം അവരെ കൊണ്ട് തന്നെ ഈ കുറ്റി റെഗുലേറ്റർ കുത്തിക്കണം. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വെച്ച് കത്തിക്കാനൊന്നും. പിന്നെ കുറ്റി വീണ് നല്ലോണം റെഗുലേറ്റർ ഫിറ്റാണോന്ന് അറിയാൻ വേണ്ടി റെഗുലേറ്റർ പിടിച്ചിങ്ങനെ കുറ്റി ഇങ്ങനെ പൊക്കി നോക്കുകയാണെങ്കിൽ അറിയാം റെഗുലേറ്റർ പൂർണ്ണമായിട്ട് വീണിട്ടുണ്ടെങ്കിൽ ഇളവി വരും. കുറവുണ്ട്. ആ കുറ്റിയൊക്കെ പൊട്ടിത്തെറിക്കുന്നേ. അതിന് ചെറിയ ഫാൾട്ടുണ്ടോയെന്ന് കുറ്റി റെഗുലേറ്റർ കുത്തുമ്പോൾ തന്നെ അറിയാം. അത് ഓണാക്കാൻ ഗ്യാസ് പുറത്തോട്ട് വരുന്ന സൗണ്ട് കേൾക്കാം. അല്ല കുഴപ്പമില്ലാത്ത കുറ്റിയാണെങ്കിൽ റെഗുലേറ്റർ കുത്തി നല്ലോണം വീഴുകയും ചെയ്യും അതിനകത്ത്. നമുക്ക് അത് ഓണാക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എടുത്ത് വെക്കാം. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഫിറ്റ് ചെയ്തേക്കുന്നത് ചിലർക്ക് അടിയിൽ കൂടെ അത് എടുത്തല്ലേ അടുക്കളയിലൊക്കെ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ട്യൂബ് ഇങ്ങനെ ആ അടുപ്പുമായിട്ട് ഫിറ്റ് ആക്കുന്നിടത്ത് ആ അടുപ്പ് കത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ആ ട്യൂബ് അതിനകത്ത് ഇങ്ങനെ ഫിറ്റ് ആക്കിയേക്കുമല്ലയോ. തീ എങ്ങാനും അതിൽ കയറിയ ഗ്യാസ് ഇതിനകത്ത് തീ പിടിക്കും. അപ്പോൾ രാവിലത്തെ മമ്മിയുടെ പരിപാടികളൊന്നും നടന്നില്ല. ഒരു പരിപാടിയും നടക്കാതിരിക്കുക ഇവിടെ.
അപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇനിയിപ്പം ബാക്കി എന്തൊക്കെയാണ് മമ്മിയുടെ പരിപാടി? ഇന്നലെ സാധനമൊക്കെ വാങ്ങിയതൊക്കെ സോർട്ട് ചെയ്തൊക്കെ വെച്ചല്ലോ. സോർട്ട് ചെയ്തെല്ലാം വെച്ച് ഇനിയിപ്പം അത് ഒറ്റയ്ക്ക് ഇനിയിപ്പം സോർട്ട് ചെയ്യുക ഇത് അടുക്കാക്കും. അതുകൊണ്ട് മക്കൾ ഇന്നലെ അതങ്ങ് അടുക്കി വെച്ച് വന്നപ്പോഴത്തേന് എല്ലാമൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് അവർ കോളേജിൽ പോയത്. എല്ലാം അടുക്കി ഒതുക്കി ജോലിയെല്ലാം തീർത്ത് തന്നിട്ട് ബക്കറ്റുകളിലാക്കി എല്ലാം ബക്കറ്റിലൊക്കെ ആക്കി എല്ലാം സൗകര്യപ്രദമായിട്ട് വെച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മൾക്ക് ഇനി അതെടുത്ത് ഉപയോഗിച്ചാൽ മതി ഓരോന്ന്. ഇപ്പോൾ രാവിലെ പരിപാടിക്ക് ഇറങ്ങിയ ഗ്യാസ് കൊണ്ടുവന്നപ്പം വിചാരിച്ച് എളുപ്പം അത് കറിയൊക്കെ വെക്കാം എന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നു. അതൊക്കെ എന്തായാലും റെഡിയാക്കി ഫ്രഷാക്കി അങ്ങ് വെക്കാം. ഗ്യാസ് ശരിയാകുമ്പോഴത്തേന് ബാക്കിയുള്ള പരിപാടിയെല്ലാം ചെയ്ത് വെച്ചിരുന്നാൽ മതി. കഴിക്കാനുള്ളതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. പഴവും ജ്യൂസും ഒക്കെ അടിച്ചു കുടിക്കാം. പിന്നെ ഈ ബ്രെഡ്, റസ്ക്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. വിശക്കാതൊക്കെ ഇരിക്കാൻ. അപ്പോൾ ഇനി ഗ്യാസിൻ്റെ വാഷർ മാറാനായിട്ട് അവർ താമസിക്കുമെങ്കിൽ പിന്നെ നമുക്ക് ലഞ്ച് വല്ലതും ഹോട്ടലിൽ സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിക്കാം. വേറെ എന്ത് ചെയ്യുന്നത്? കുറച്ചെങ്ങാനും ഇപ്പം മേടിച്ചാൽ മതി. ശകലമൊക്കെ ഒരുപാടൊക്കെ മേടിച്ചാൽ ഇപ്പോഴത്തെ നല്ലത്. ഒരുപാട് കാലപ്പഴക്കം വന്ന മത്സ്യങ്ങളാണ് എടുത്ത് കറി വെച്ച് അതുകൊണ്ട് പിന്നെ അത് വാങ്ങരുത്. ഒരു കണക്കിനൊന്നും വാങ്ങാത്ത നല്ലത്. എല്ലാം കുറേ വെള്ളം പോലുള്ള കോരി ഒഴിച്ച്. പിന്നെ ചോറ് ചിലപ്പോൾ എങ്ങനെയുള്ളതാണെന്നൊന്നും അറിയത്തില്ല. വെച്ച് വിറ്റിയ ചോറും ഒക്കെ അവന്മാർ കൊണ്ടുവരും. വിശ്വസിക്കാനൊക്കെ ഉള്ളത് ഒന്നും തൃപ്തിയോടുകൂടി കഴിക്കാൻ പറ്റത്തില്ല. പൊതുവേ പറഞ്ഞു ഇഷ്ടമുള്ളൂ. ഞാൻ വെക്കുന്ന മീൻകറി എനിക്കിഷ്ടമുള്ളൂ. അതാകുമ്പോൾ നമ്മൾ നല്ലോണം വൃത്തിയാക്കി എടുക്കുന്നില്ലേ മീനൊക്കെ. നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നല്ലോണം കഴുകി നമ്മുടെ ഇഷ്ടത്തിനല്ലേ കറി വെക്കുന്നത്. വൃത്തിയായിട്ടൊക്കെ കറി വെക്കുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ അന്നേരം. മറ്റേതങ്ങനെയല്ലല്ലോ. ഇവർ വലിയ കഴിവൊക്കെ ഒന്നും കഴുകത്തൊന്നുമില്ല. ചുമ്മാ ഇട്ട് വെള്ളത്തിയിട്ട് ലാമ്പിയിട്ട് കുറേ ജോലിക്കാർ ഇരുന്ന് അതൊക്കെ ചെയ്യുന്നതാണ്. നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ട് പിന്നെ അത് കഴിക്കാനായിട്ട് മനസ്സിന് പിടിക്കത്തില്ല. ഇന്ന് ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഗസ്റ്റാന്ന് പറഞ്ഞാൽ മോളുടെ ഒരു കൂട്ടുകാരി, അനിയത്തിമാരുടെ ഒരു ഫ്രണ്ടാ. അത് കൂടെ ഇവിടെ വന്ന് നിൽക്കും. അനിയത്തിമാരുടെ കൂട്ടുകാരി. അതിന് ഇവരില്ലാതെ പറ്റത്തില്ല. ഇവർക്ക് അവരില്ലാതെ പറ്റാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ് 3-4 കൊല്ലം കൊണ്ട്. അപ്പം പിന്നെ അവരുടെ വീട്ടുകാരും നമ്മളും ഒക്കെ ആയിട്ടും അടുപ്പമുള്ളവരാണ്. അന്നേരം അതിനിപ്പം ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേനും അത് ഇവരില്ല ഇനി വീട്ടിൽ പോരുമ്പോഴത്തേനും അതിന് ഭയങ്കര കരച്ചിലൊക്കെ. അത് അങ്ങനെ വളർന്ന ഒരു പെങ്കൊച്ച. അന്നേരം പിന്നെ അതിന് ഇതൊന്നും തരണം. ഒറ്റയ്ക്കിരിക്കുന്നതിനെ പറ്റിയൊന്നും ഇവരില്ലാതെ ഇരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ 2 കൂട്ടരും തമ്മിൽ പിരിയാത്തൊരവസ്ഥ ആയത് കാരണം അത് ഹോസ്റ്റലിൽ നിൽക്കുന്നതിനെ പറ്റി അതിവിടെ വന്ന് 2 ആഴ്ച ഇവിടെ നിന്നായിരുന്നു. അപ്പം പിന്നെ ഈ വീടുമായിട്ടങ്ങ് അടുപ്പമൊക്കെ ആയപ്പോഴത്തേന് അതിന് പിന്നെ ഇവിടെ വന്ന് നിന്നാൽ മതി. അങ്ങനെ ഇന്ന് ഹോസ്റ്റൽ വിക്കറ്റ് ചെയ്ത് ഇവളുമാർ തന്നെ അത് വിക്കറ്റ് ചെയ്യിപ്പിച്ച് തള്ളയെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് തള്ള ഇന്ന് അവിടെ കണ്ട് വന്നിട്ട് ആ ഹോസ്റ്റലിൽ നിന്ന് എല്ലാം സാധനമൊക്കെ പറക്കി അത് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഇവിടെ പിന്നെ ഒരുപാട് സാധനവും തുണിയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇവരുടെ ഇഷ്ടം പോലെ ഡ്രസ്സ് മാറിയിടുന്നതൊക്കെ. അതുകൊണ്ട് പിന്നെ കൊണ്ടുവരണ്ട, വെറുതെ പറക്കി കെട്ടി കൊണ്ടുവരണ്ട. അതും ഒരു മെനക്കേടല്ല. ഡ്രസ്സൊക്കെ അങ്ങ് കൊടുത്തു വിട്ടാരെ. ഇവിടെ ഇനിയിപ്പം വലിയ ഡ്രസ്സൊന്നും കൊണ്ടുവരണ്ട. യൂണിഫോമല്ലേ അവർക്ക് കൂടുതലും. പിന്നെ 1-2 അതിൻ്റെ മറ്റുള്ള വസ്ത്രങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ വീട്ടിലിടാനൊക്കെ ഇഷ്ടം പോലെ ഇട്ടിരിക്കുന്നു. അതിവിടെ വരുമ്പോഴും അത് അങ്ങനെ ഇടുന്നത്.
അതുകൊണ്ട് പിന്നെ അവരുടെ അമ്മ ആ വസ്ത്രമൊക്കെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ആഴ്ച തോറും അതിന് വീട്ടിൽ പോയി വരാം. ശനിയാഴ്ച അങ്ങ് കോളേജിൽ നിന്ന് വീട്ടിൽ പോയാൽ ഞായറാഴ്ച ഒരു ദിവസം അമ്മയുടെ കൂടെ നിന്നിട്ടൊക്കെ ചേട്ടത്തിയുടെ ഒക്കെ കൂടെ നിന്നിട്ട് തിങ്കളാഴ്ച രാവിലെയുള്ള ബസ്സിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇവിടെ വന്ന് ഇവരുടെ കൂടെ നിൽക്കാമെന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ വിക്കറ്റ് ചെയ്തിട്ട് ഇവരുടെ കൂടെ ഇന്ന് വൈകുന്നേരത്ത് വരും. പിന്നെ അത് വലിയ ആഹാരമൊന്നും കഴിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. എന്താ കൊടുത്താലും അനങ്ങാതിരുന്ന് കഴിച്ചിട്ട് അങ്ങ് പോവും. പുള്ളിക്കാരിക്ക് പിന്നെ എപ്പോഴും ചിരിക്കണം. അതാ വരുമ്പോ നമ്മള് വ്ലോഗിൽ കാണിക്കും ആളിനെ. ചിരിക്കണം, അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ കൂടെ കളിക്കണം. അമ്മയും വേണ്ട, ചേട്ടത്തിയും വേണ്ട, ഒരു കുഞ്ഞുങ്ങളും വേണ്ട, ഇവർ മാത്രം മതി. ഇവർ 3 പേരും ഒരു കെട്ട. കോളേജിലും ഇവർ 3 പേരും നല്ലപോലെ പഠിക്കുന്നവരുമാണ്. അവിടുത്തെ ഏറ്റവും കൂടിയ മാർക്ക് മേടിക്കുന്നവരും പഠിക്കുന്നവരും പിള്ളേർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നവരും ഒക്കെ അവർ 3. അപ്പോൾ അവർ 3 പേരും പണ്ട് അവിടെ ചെന്ന കാലം മുതലേ ഭയങ്കര ഫ്രണ്ടാണ്. വേറെ ആരും ഇല്ല ഇവർക്ക് കൂട്ടുകാരും. ഇവരാരും കൂട്ടത്തില്ല. ഇവർ അങ്ങോട്ട് കയറി കൂട്ടുകൂടാനും പോകത്തില്ല. കണ്ടാലൊക്കെ മിണ്ടിയുള്ള കൂട്ട്. ഇതാ ഭയങ്കര ഫ്രണ്ടായിട്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഇപ്പൊ വൈകിട്ട് വരുമ്പത്തേക്ക് തൊട്ട് മേളം തുടങ്ങുമ്പോൾ നമ്മള് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അതിപ്പോ പാളി അവര് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയില്ല. ഇന്ന് അവർക്ക് ഡിസ്ട്രിക്റ്റിൽ ഇന്നും കൂടെ ഉണ്ട് ഡ്യൂട്ടി. അന്നേരം പിന്നെ ഇന്ന് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഇരുന്നതാ. പക്ഷെ അതെല്ലാം പോയി. അതിപ്പം കുറ്റി ശരിയാക്കിയ ശരിയാവും. ബാക്കിയൊക്കെ റെഡിയാക്കി നമ്മള് കമ്പനി വിളിച്ച് പറഞ്ഞേക്കാണ് അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. അതിന് അവരാളിനെ വിടുമെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളതിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേന് പിന്നെ അവർ ഇന്ന് ചോറ് കൊണ്ടുപോയില്ല. രാവിലെ ഇവിടെ കുറേ പണിയൊക്കെ എനിക്ക് ജോലിയൊക്കെ ഇന്ന് ശനിയാഴ്ചയല്ലയോ. ഇന്നലെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോഴത്തേന് വേറെയുള്ള കാര്യങ്ങൾ അവരുടെ ജോലികളൊന്നും നടന്നില്ല. അന്നേരം ഇന്ന് രാവിലെ കുറച്ച് ജോലിയും തുടപ്പും തൂപ്പും ഒതുക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു 7:20 ആയപ്പോഴത്തേന് പോയത് ഇവിടുന്ന്. എല്ലാം ഒതുക്കി വെച്ച് തന്നു. രാത്രി തന്നെ സാധനങ്ങളെല്ലാം അടുക്കി. അത് നമ്മൾ അടുക്കി വെച്ചേക്കുന്ന ബക്കറ്റിലുള്ളത് കാണിക്കാം. അങ്ങനെ എല്ലാം തന്നിട്ടാ പോയേക്കുന്നത്. ഇനി വൈകുന്നേരത്ത് വരുമ്പം പിന്നെ അവരുടെ കൂട്ടുകാരി വന്ന് അവരുമായിട്ടുള്ള സംഭാഷണവും പിന്നെ ട്യൂഷന് പിള്ളേർ വരുന്നത് അവരെ പഠിപ്പിക്കും. പിന്നെ തിങ്കളാഴ്ചയാണ് അവരൊക്കെ എക്സാമാണ്. അപ്പോൾ അത് ഞായറാഴ്ച മൊത്തവും ഇരുന്ന് ശനിയാഴ്ച രാത്രിയിലും ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കും. ഞായറാഴ്ച രാത്രിയിലും ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കും. കുറച്ച് ദിവസം ഹോസ്പിറ്റലിനകത്ത് ഡ്യൂട്ടിയാണ് അവർക്ക്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടാണ് ഡ്യൂട്ടി. അതിന് ഹോസ്പിറ്റലിൽ നിന്ന് മെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പം ഡ്യൂട്ടി നോക്കുന്നത്. പിന്നെ അവിടെ വെച്ചാൽ പരീക്ഷ. അവർ കിടക്കുന്ന സെല്ലിൻ്റെ അവിടെ വെച്ചാൽ ഇപ്പോൾ സൈക്കാട്രിക് പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഡ്യൂട്ടികൾ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ കുറച്ച് സ്ട്രെസ്സായിട്ട് അവർ പോകുന്നത്. കാരണം ഈ എക്സാമും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. ഇനി അവർക്ക് ഇപ്പം 3-ാമത്തെ വർഷത്തെ ആദ്യത്തെ സിമ്മാണ് ഇത്. അത് തീരാറായി. ഇനി പരീക്ഷ ഇപ്പം കഴിഞ്ഞ ആ സിമ്മ് തീരും. പിന്നെ ഒരു 6 മാസം കൂടെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് 6 മാസം എന്ന് പറയുന്നത് അവർ ഡ്യൂട്ടിക്കായിട്ട് പിന്നെ ഇനി തൊട്ടങ്ങോട്ട് 2-ാമത്തെ സിമ്മിൻ്റെ പരീക്ഷയുടെ പഠിത്തമൊന്നുമല്ല. അവരുടെ ഡ്യൂട്ടി പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാം പഠിപ്പിച്ചതിൻ്റെ എല്ലാം തീർക്കും. പിന്നെ 1 വർഷം ഫുള്ള് ഡ്യൂട്ടി അവിടെ ജോലി ചെയ്യും. അപ്പോൾ അവരുടെ 4 വർഷം കഴിയും. അവർക്ക് ഈ 3.5 വർഷം പഠിച്ചു കഴിയുമ്പോഴത്തേനും അവർ ഡ്യൂട്ടിക്ക് ചെയ്തു. ഇപ്പോൾ തന്നെ 5-ാമത്തെ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എക്സാം എഴുതുന്നത്. ഇനി 6-ാമത്തെ സെമസ്റ്ററിലോട്ട് കയറും അവർ. അത് കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം അവർക്ക് ഫുൾ ഇൻറ്റേൺഷിപ്പാണ്. ബാക്കിയുള്ള 7-8 സെമസ്റ്ററുകളിൽ അവർക്ക് ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. ജോലി ചെയ്ത് പിന്നെ അവർക്ക് എവിടെ ഇട്ടാന്ന് വെച്ചാൽ അവർ കയറി പോകും. പിന്നെ അവരിങ്ങനെ OET IELTS അതൊക്കെ ട്രൈ ചെയ്യണമെന്നും ഒക്കെ എഴുതിയിട്ട് കയറി പോകാന്ന് വിചാരിച്ചാൽ നേരിട്ട് കയറി പോകാം അവർക്ക്. പുറത്തേക്ക് പോകാം. പിന്നെ എന്തോ എക്സാമൊക്കെ എഴുതി അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് അന്നേരം അവർ പഠിച്ചിറങ്ങിയിട്ട് ഫിക്സ് ചെയ്യുക. കൊണ്ടുപോയില്ല. ബ്രെഡും പഴവുമായിട്ട് പോയി. അതാണ് മമ്മിയുടെ വിഷമം.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പോയേക്കുവാ. അതുകൊണ്ട് ഉച്ചയ്ക്ക് അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരും. അവിടുന്ന് ഇവർ പഠിക്കുന്ന കോളേജിലേക്ക് തിരിച്ചു വരും. അപ്പോൾ സെക്യൂരിറ്റിയോട് ഇപ്പോൾ പോയി പറഞ്ഞിട്ട് പോകും, ചോറ് വാങ്ങിച്ച് വെച്ചേക്കണേന്ന് പറയും ക്യാൻറ്റീനിൽ നിന്ന്. അപ്പോൾ സെക്യൂരിറ്റി ചോറ് വാങ്ങി അവിടെ മേശയുടെ മേളിൽ വെച്ചേക്കും. അപ്പോൾ ഇനി അവർ ചെന്ന് കഴിക്കും. ചിലപ്പോൾ 3 മണിയാവും, ചിലപ്പോൾ 4 മണിയാവും കഴിക്കാനൊക്കെ. മറ്റേ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരണം അവരെ ഇതൊക്കെ കഴിഞ്ഞ് അവരെ ചെറിയ പനിയുണ്ട്. അത് പനി തീർന്ന്, രാത്രി കൊണ്ട് പനി തീർന്ന് രാവിലെ ആയപ്പോൾ ചെറിയൊരു പനി ഉണ്ടായിരുന്നു. ഇരട്ടകളി മൂത്ത ആൾക്കൊരു പനി ഉണ്ടായിരുന്നല്ലേ, പഠിച്ച് ജലദോഷം വന്നു. അത് പിന്നെ ഒരു പാരസെറ്റമോളൊക്കെ കഴിച്ച് പനി വീർത്തൊക്കെ പോയി. രാവിലെ പോയി രാവിലെ എന്തോ പാലും ബ്രെഡും കഴിച്ചു. ബ്രെഡ് കഴിച്ചില്ല, ബ്രെഡും പഴവും കൊണ്ടുപോയി. പിന്നെ അത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ട് അങ്ങ് കയറിയാൽ മതി. പിന്നെ ഉച്ചയ്ക്ക് അവർ തിരിച്ചിവിടെ വരുമ്പോഴത്തേന് അവിടെ ചോറ് വാങ്ങി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അത് കഴിക്കും അവർ വന്ന് അവരുടെ കോളേജിൽ വന്നിട്ടേ. 2 മണി കഴിയുമ്പോഴത്തേന് അവരെ എല്ലാം കൊണ്ടുവരും. 2-2:30 ആവും. ബസ്സിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് അതിൽ തന്നെ കോളേജിലേക്ക് അങ്ങനെ കൊണ്ടുവരും. ഇനിയിപ്പോൾ അടുത്ത പോസ്റ്റിംഗ് ഒക്കെ അവരെ എവിടെ ഇടുന്നതെന്ന് അറിയത്തില്ല. അത് അന്നേരം അറിയത്തുള്ളൂ. ഈ പരീക്ഷ കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ അടുത്തത്. ഇനി അങ്ങോട്ട് പോസ്റ്റിങ് തന്നെ, അല്ലാതെ അവിടെ പഠിത്തമൊന്നുമില്ല. പ്രാക്ടിക്കലി അവർക്ക് അത് അറിയണ്ടേ ചെയ്യാൻ. ഓരോരോ പോസ്റ്റിങ് കൊടുക്കുന്നത് അതിനാണ്, രോഗികളെ നോക്കാനും അവരെ ICUയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവരെ ഇടുമല്ലോ. അന്നേരം അവർക്ക് പരിശീലനവും ആവും, ഡ്യൂട്ടി ചെയ്യാനുള്ള കഴിവും കിട്ടും. അതാണ് അവരുടെ വിശേഷം. ഇനിയിപ്പം നമ്മളിനിയിപ്പം ഗ്യാസ് റീപ്ലേസ് ചെയ്യാൻ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വന്നില്ലെങ്കിൽ നമ്മളിനിയിപ്പോൾ ലഞ്ച് വാങ്ങി കഴിക്കാനേ പറ്റും, സ്വിഗ്ഗിന്നല്ലോ. അങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പാണെങ്കിൽ കഴിഞ്ഞ ദിവസം വയറ് എന്തോ പ്രശ്നം വന്നല്ലേ, വയറ് ഉരുകിയോ എന്തോ. ഒരു ലൈൻ അവിടെ പോയേക്കുന്നതാണ്. ആ ലൈൻ ഓവർലോഡ് കയറി വന്ന് അതിൻ്റെ ആ പ്ലഗ് കുത്തുന്നതിൻ്റെ അവിടെ കരിഞ്ഞു പോയി. അത് മാറാൻ കൊടുത്തേക്കും, ഫുള്ളായിട്ട് മാറണം. അന്നേരം ഇനിയിപ്പോൾ മക്കൾക്ക് പരീക്ഷയും കാര്യവും തിരക്കും ഒക്കെയാണ്. അന്നേരം അത് കൊണ്ടുവന്ന് കൊടുത്ത് അതിൻ്റെ തന്നെ കോഡ് ഉണ്ട് അതിനകത്ത്. ആ വയറ് മേടിച്ച് അതിലിട്ടാലേ അത് ഓരോ കമ്പനിക്ക് ഓരോ വയറിന് കോഡ്. അപ്പൊ അത് ഇനി മാറണം, അല്ലായിരുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ അതും പറ്റിയില്ല, അങ്ങനെ കൊണ്ടുപോയി മാറണം. അതില്ലാത്തോണ്ട് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. പിന്നെ ഞാൻ കെറ്റിലിനകത്ത് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് തേയില ഇട്ട് ചായ ഉണ്ടാക്കിയത്. തേയില അതിലിട്ടില്ല, അത് ചായ ഇടുമ്പോൾ അത് പൊങ്ങിപ്പോയി കേടായി പോകും പെട്ടെന്ന്, തിളച്ച് തുളുമ്പും. അതുകൊണ്ട് അതിനകത്തൊന്നും ഇടത്തില്ല. വെള്ളം അതിൽ നല്ല തിളച്ച് കഴിയുമ്പോഴത്തേന് അത് ആ ചൂടോടെ തന്നെ തേയില വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഈ വെള്ളം വെച്ച് അടച്ച് കുറച്ച് നേരം വെച്ചിട്ട് അപ്പോഴത്തേന് തേയില കറക്റ്റായി അതിനകത്ത് വരും. അതന്നേരം എടുത്ത് പൊടി കലക്കി അമൂല്യ കലക്കിയിട്ട് അതിലോട്ടെടുത്ത് ഒഴിക്കും. എപ്പോഴും പാലിവിടെ വാങ്ങും, പക്ഷെ എനിക്ക് ഈ പാലിൻ്റെ ചായ എനിക്ക് വയറുവേദന വരും. അതുകൊണ്ട് ഞാൻ കുടിക്കത്തില്ല അത്. അപ്പം അത് ഇവിടെ ഷെയ്ക്ക് അടിക്കാനും ഉറയൊഴിക്കാനും ഒക്കെ പാല് വാങ്ങിക്കും. പാല് വാങ്ങിച്ച് വെക്കും, മിൽമാടെ. അത് വാങ്ങിക്കുവാണെങ്കിലേ കേടാവാതിരിക്കും, മറ്റു പാലിൻ്റെ കണക്കല്ല. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് 3-4 കവറ്. അന്നേരം ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉറയും ഒഴിച്ച് ഷെയ്ക്കും ഒക്കെ അടിക്കാം. പിന്നെ ദിവസവും അത് അതിന് വേണ്ടിയിട്ടുള്ള പാൽ അവർ വാങ്ങിക്കൊണ്ട് വരും അവിടുന്ന്. ചായക്കും പിള്ളേർക്കും ഒക്കെ. രാവിലെ എന്തോ പാലും ബ്രെഡും കഴിച്ചു. ബ്രെഡ് കഴിച്ചില്ല, ബ്രെഡും പഴവും കൊണ്ടുപോയി. പിന്നെ അത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ട് അങ്ങ് കയറിയാൽ മതി. പിന്നെ ഉച്ചയ്ക്ക് അവർ തിരിച്ചിവിടെ വരുമ്പോഴത്തേന് അവിടെ ചോറ് വാങ്ങി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അത് കഴിക്കും അവർ വന്ന് അവരുടെ കോളേജിൽ വന്നിട്ടേ. 2 മണി കഴിയുമ്പോഴത്തേന് അവരെ എല്ലാം കൊണ്ടുവരും. 2-2:30 ആവും. ബസ്സിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് അതിൽ തന്നെ കോളേജിലേക്ക് അങ്ങനെ കൊണ്ടുവരും. ഇനിയിപ്പോൾ അടുത്ത പോസ്റ്റിംഗ് ഒക്കെ അവരെ എവിടെ ഇടുന്നതെന്ന് അറിയത്തില്ല. അത് അന്നേരം അറിയത്തുള്ളൂ. ഈ പരീക്ഷ കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ അടുത്തത്. ഇനി അങ്ങോട്ട് പോസ്റ്റിങ് തന്നെ, അല്ലാതെ അവിടെ
പഠിത്തമൊന്നുമില്ല. പ്രാക്ടിക്കലി അവർക്ക് അത് അറിയണ്ടേ ചെയ്യാൻ. ഓരോരോ പോസ്റ്റിങ് കൊടുക്കുന്ന അതിനാണ് രോഗികളെ നോക്കാനും അവരെ ICUലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവരെ ഇടുമല്ലോ. അന്നേരം അവർക്ക് പരിശീലനവും ആവും, ഡ്യൂട്ടി ചെയ്യാനുള്ള കഴിവും കിട്ടും. പോയി അപ്പം അതാണ് അവരുടെ വിശേഷം. ഇനിയിപ്പം നമ്മളിനിയിപ്പം ഗ്യാസ് റീപ്ലേസ് ആരെങ്കിലും വരുമോയെന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വന്നില്ലെങ്കിൽ നമ്മളിനിയിപ്പോൾ ലഞ്ച് വാങ്ങി കഴിക്കാനേ പറ്റും, സ്വിഗ്ഗിയിൽ നിന്നല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പാണെങ്കിൽ കഴിഞ്ഞ ദിവസം വയറ് എന്തോ പ്രശ്നം വന്നല്ലേ, വയറ് ഉരുകിയോ എന്തോ. ഒരു ലൈൻ അവിടെ പോയേക്കുന്നത് കാരണം ആ ലൈൻ ഓവർലോഡ് കയറി വന്ന് അതിൻ്റെ ആ പ്ലഗ് കുത്തുന്നതിൻ്റെ അവിടെ കരിഞ്ഞു പോയി. അത് മാറാൻ കൊടുത്തേക്കും, ഫുള്ളായിട്ട് മാറണം. അന്നേരം ഇനിയിപ്പോൾ മക്കൾക്ക് പരീക്ഷയും കാര്യവും തിരക്കും ഒക്കെയാണ്. അന്നേരം അത് കൊണ്ടുവന്ന് കൊടുത്ത് അതിൻ്റെ തന്നെ കോഡ് ഉണ്ട് അതിനകത്ത്. ആ വയറ് മേടിച്ച് അതിലിട്ടാലേ അത് ഓരോ കമ്പനിക്ക് ഓരോ വയറിന് കോഡ്. അപ്പൊ അത് ഇനി മാറണം, അല്ലായിരുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ അതും പറ്റിയില്ല, അങ്ങനെ കൊണ്ടുപോയി മാറണം. അതില്ലാത്തോണ്ട് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. പിന്നെ ഞാൻ കെറ്റിലിനകത്ത് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് തേയില ഇട്ട് ചായ ഉണ്ടാക്കിയത്. തേയില അതിലിട്ടില്ല, അത് ചായ ഇടുമ്പോൾ അത് പൊങ്ങിപ്പോയി കേടായി പോകും പെട്ടെന്ന്, തിളച്ച് തുളുമ്പും. അതുകൊണ്ട് അതിനകത്തൊന്നും ഇടത്തില്ല. വെള്ളം അതിൽ നല്ല തിളച്ച് കഴിയുമ്പോഴത്തേന് അത് ആ ചൂടോടെ തന്നെ തേയില വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഈ വെള്ളം വെച്ച് അടച്ച് കുറച്ച് നേരം വെച്ചിട്ട് അപ്പോഴത്തേന് തേയില കറക്റ്റായി അതിനകത്ത് വരും. അതന്നേരം എടുത്ത് പൊടി കലക്കി അമൂല്യ കലക്കിയിട്ട് അതിലോട്ട് എടുത്ത് ഒഴിക്കും. എപ്പോഴും പാലിവിടെ വാങ്ങും, പക്ഷെ എനിക്ക് ഈ പാലിൻ്റെ ചായ എനിക്ക് വയറുവേദന വരും, അതുകൊണ്ട് ഞാൻ കുടിക്കത്തില്ല അത്. അപ്പം അത് ഇവിടെ ഷെയ്ക്ക് അടിക്കാനും ഉറയൊഴിക്കാനും ഒക്കെ പാല് വാങ്ങിക്കും. പാല് വാങ്ങിച്ച് വെക്കും, മിൽമാടെ. അത് വാങ്ങിക്കുവാണെങ്കിൽ കേടാവാതിരിക്കും, മറ്റു പാലിൻ്റെ കണക്കല്ല. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് 3-4 കവറ്. അന്നേരം ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉറയും ഒഴിച്ച് ഷെയ്ക്കും ഒക്കെ അടിക്കാം. പിന്നെ ദിവസവും അത് അതിന് വേണ്ടിയിട്ടുള്ള പാൽ അവർ വാങ്ങിക്കൊണ്ട് വരുമുണ്ടെന്ന്. ചായക്കും പിള്ളേർക്കുമൊക്കെ ആയിട്ട് ആ പാലൊക്കെ കാച്ചുന്ന പാലൊന്നും കുടിക്കത്തില്ല. പശുവിൻ്റെ പാല് ഒറിജിനലായിട്ട് കാച്ചി കൊടുത്താൽ കുടിക്കത്തില്ല. അമൂലിയുടെ പാൽപ്പൊടിയാ ശീലം. അത് കലക്കിയ അത് ഹോർലിക്സൊക്കെ ഇട്ടാൽ കുടിക്കുന്നത്, അതാണ് ഇഷ്ടം. ബ്രെഡ് തിന്നാനോ ബിസ്ക്കറ്റൊക്കെ ഇറങ്ങി വന്ന് അത് വെള്ളം ഒരു ഫ്ലാസ്കിനകത്ത് അങ്ങ് തിളപ്പിച്ച് അടച്ച് വെച്ചേക്കും. അവർക്ക് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ക്ഷീണമൊക്കെ വരും, ദാഹമൊക്കെ. അപ്പോൾ അവർ ചിലപ്പോൾ ഞാൻ രാത്രിയാകുമ്പോൾ ഉറങ്ങുവാണെങ്കിൽ അവർക്ക് അന്നേരം ഈ ഫ്ലാസ്കിനകത്തിരിക്കുന്ന വെള്ളം തിന്ന് മറ്റേ പൊടിയും എല്ലാം കൊണ്ടുവന്ന് മേശയുടെ മേളിൽ വെച്ചേക്കും. അന്നേരം പിന്നെ അവരിറങ്ങി വന്ന് അത് ആവശ്യത്തിന് കലക്കി ബ്രെഡോ ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കും. ഒരുപാടൊക്കെ അവർ ഇത് കണ്ട് ചോറൊന്നും അങ്ങനെ രാത്രി ഈ ഉറക്കമൊക്കെ എഴുതിയിരിക്കുമ്പോഴത്തേന് കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് താമസിച്ച് കോളേജിൽ നിന്ന് ഇപ്പം ചോറ് കഴിക്കുന്നത് കാരണം ഇവിടെ വരുമ്പോൾ വൈകിട്ട് ചോറൊന്നും കഴിക്കത്തില്ല രാത്രിയിലൊന്നും. ചെറുതായിട്ടുള്ള ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ മാത്രമേ കഴിക്കൂ, വലിയ ഫുഡൊന്നും എടുപ്പില്ല. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമ്മൾ ഞായറാഴ്ച ആയത് നാളെ അത് നമുക്ക് സൺഡേ വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. നാളത്തെ വിശേഷം രാത്രി തീരുമാനിച്ചിട്ട്, കാരണം അവരുടെ കൂട്ടുകാരി കൊച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനായിട്ട് ബസുമതി റൈസും ഒക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് ചിലപ്പം അതിന് ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ഇവർക്കൊക്കെ അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഇരട്ടയിൽ ഇളയ കുഞ്ഞിനറിയാം. അവർക്ക് എക്സാം ആയതുകൊണ്ട് പക്ഷെ പറ്റത്തില്ല, തിങ്കളാഴ്ച. അതുകൊണ്ട് അത് ഈ ആഴ്ച അത് നടക്കത്തില്ല, അടുത്ത ആഴ്ച ചിലപ്പോൾ നടക്കും. അന്നേരം പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിക്കൻ കപ്പ ബിരിയാണി ആയിരിക്കും മിക്കവാറും ഈ ആഴ്ച. ചിക്കൻ വാങ്ങിയ ഇന്ന് വൈകിട്ട് ചിക്കൻ വല്ലതും വാങ്ങിയാൽ നമ്മൾ നാളെ ചിക്കൻ കപ്പ ബിരിയാണി ആയിരിക്കും വെക്കുന്നത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നിലവിൽ. പിന്നെ അതിൻ്റെ വ്ളോഗെല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. ഇന്നലെ പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും നമ്മൾ കയാസി കൊല്ലത്ത് ഒന്ന് കൊട്ടിയെത്താൻ പോകുന്നു. അതവിടെ കൊല്ലം കയാസി കയറി. നല്ല ഫുഡും നല്ല വൃത്തിയും
നമുക്കത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല അന്നേരം, കാരണം നമ്മൾ കുറച്ച് ടയേർഡായിട്ടാണ് കയറിയത്. കാരണം ഓൾറെഡി പർച്ചേസിങ് എല്ലാം ആയപ്പോഴത്തേനും നല്ല ടയേർഡായി. തന്നെ മണി 9:30 കഴിഞ്ഞു. ഭയങ്കര ടയേർഡായി. നമ്മളിവിടുന്ന് പിള്ളേരുടെ ട്യൂഷനും എല്ലാം കഴിഞ്ഞ് ഒരു 6:30 കഴിഞ്ഞാ പോയത്. അപ്പോൾ അന്നേരം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേന് സാധനമൊക്കെ എടുത്തു വരുമ്പോൾ അതിനകത്ത് നിൽക്കുമ്പോഴത്തേന് സമയം അറിയത്തില്ല. അത് കുറേ നടന്ന് എടുക്കാനുണ്ട്. സ്മാർട്ട് ബസാർ പല സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട് അവിടെ ചെന്ന. ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീയാ. പക്ഷെ ചെറിയ വില 9 രൂപയ്ക്ക് പഞ്ചസാര കിട്ടും 1 കിലോ. അത് 9 രൂപയ്ക്ക് ആട്ട കിട്ടും. അതൊക്കെ ഫ്രണ്ടിലാ വെച്ചേക്കുന്നത്. അത് പക്ഷെ അവര് കൗണ്ടറിൽ കൗണ്ടറിനകത്താ വെച്ചേക്കുന്നത്. ഇത്ര രൂപ വരെ പർച്ചേസിങ് ചെയ്യുമ്പോൾ ആ ഓഫറുള്ള സാധനം ചോദിച്ചിട്ട് നമുക്ക് തരും. പൈസ കൊടുക്കണം. 9 രൂപ വെച്ചിട്ട് തരും മാത്രം. അങ്ങനെ കുറച്ച് പഞ്ചസാര ഞങ്ങൾ 3-4 കിലോ വാങ്ങിച്ച് അത് ഓഫറിനകത്ത് അത് തന്നു. 9 രൂപ വെച്ച് തന്നാൽ നല്ല പഞ്ചസാരയാണ്. പിന്നെ ഒരെണ്ണം എടുക്കുമ്പോഴത്തേന് ലോഷനൊക്കെ ആയാലും ഒരെണ്ണം എടുക്കുമ്പോഴത്തേന് ഒന്ന് ഫ്രീ. നമുക്ക് അതൊക്കെ അവർക്ക് കാണിച്ചൊരു ബ്ലോഗായിട്ട് തന്നെ ഇടാം. അത് ചെറിയ വിലയാ. പിന്നെ ഒരുപാട് ഓഫറുണ്ട് അവിടെ. ഈ സോപ്പ് പൊടിയില്, ബിസ്ക്കറ്റില്, പിന്നെ നൂഡിൽസുകളിൽ ഓഫറുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ ബ്രാൻഡ് കമ്പനിയുടെ. നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അവിടെ പാട്ട് ഇട്ടേക്കുന്നതുകൊണ്ട്, മ്യൂസിക് ഇട്ടേക്കുന്നതുകൊണ്ട് യൂട്യൂബിൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് നമുക്ക് അവിടുന്ന് വീഡിയോ അന്നേരം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാം. ബ്രാൻഡിന്റെ ബ്രെഡ് ഞങ്ങളിപ്പോൾ കഴിച്ചത്. പിന്നെ അതുപോലെ ബിസ്ക്കറ്റുകളെല്ലാം നല്ല ബ്രാൻഡ് കമ്പനിയുടെ, ഓറിയോടെയൊക്കെ നല്ല ബിസ്ക്കറ്റ് ലാഭം. നമ്മൾ കുറച്ച് 2-3 പാക്കറ്റ് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് സ്നാക്സുകളിലെ വെറൈറ്റി ഒക്കെ. പലവ്യഞ്ജന സാധനങ്ങളിലും അങ്ങനെ വിലക്കുറവൊക്കെ ഉണ്ട്. പിന്നെ ഓരോ സാധനങ്ങളും ഫ്രീ എടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ അത് വാങ്ങിച്ചാൽ അതിനകത്ത് ലാഭം ഉണ്ട്. പിന്നെ പച്ചക്കറികൾ ഇപ്പം അവിടുന്ന് മേടിച്ചപ്പം അതിനകത്ത് ഉള്ളിക്കൊക്കെ ലാഭമുണ്ട്. ഇപ്പം സവാള അങ്ങനെ കുറച്ച് ഐറ്റംസ് വില കൂടി കിടക്കുന്ന ഒരു സമയമായത് കാരണം 215 രൂപയ്ക്ക് 5 കിലോ സവാള കിട്ടും. കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അവിടുന്ന് മേടിച്ചത്. പിന്നെ കുറേ തേങ്ങയ്ക്ക് മാത്രം അവിടെ ഒരു പീസ് തേങ്ങയ്ക്ക് 25 രൂപയാ വില. അതുകൊണ്ട് നമുക്ക് അത് നഷ്ടമാണ്. കാരണം നമുക്ക് കിലോ തൂക്കുമ്പോഴത്തേന് 2 തേങ്ങ വെക്കുമ്പോൾ 50 രൂപയാവും. ആ 50 രൂപ കൊടുക്കണ്ട. 1 കിലോ തേങ്ങയാകുമ്പോൾ 3 തേങ്ങയൊക്കെ നമുക്ക് 3 കിട്ടുന്ന രീതിയിലുള്ള സ്ഥലമുണ്ട്. അപ്പം നമുക്ക് അത് വാങ്ങുന്നുണ്ട്. നമ്മൾ അത് മാത്രം അത് വാങ്ങിയില്ല, ബാക്കിയെല്ലാം വാങ്ങിച്ചു. ഞങ്ങൾ ഇന്നലെ ആദ്യമാണ് ആ ബസാറിൽ പോകുന്നത്. ബാക്കി നമ്മൾ വേറെ എടുത്താണ് പോകുന്നത്. 1 മാസത്തെ തേങ്ങയാ വാങ്ങുന്നത്. നമുക്കൊരു 25 തേങ്ങ 30 തേങ്ങ വാങ്ങിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അത് കുനിച്ച് കിടത്തിയേക്കത്തില്ല. നേത്ത് ഇങ്ങനെ അടുക്കിയേക്കും. കാരണം അത് കാറ്റും ഇതുമൊക്കെ കൊണ്ട് ഇരിക്കുമ്പോഴത്തേന് ചീത്തയാവാതിരിക്കും. അല്ലെങ്കിൽ വെള്ളം കണ്ണിലോട്ട് കുനിച്ച് കിടക്കുമ്പോൾ അത് മണ്ടയിട്ട് അത് അഴുകാൻ തുടങ്ങും. നോക്കി എടുക്കണം. വിളഞ്ഞ തേങ്ങ എന്ന് പറഞ്ഞാൽ വലിയ കനമൊന്നും കാണത്തില്ല. ചെറിയ കനത്തിൽ കുലുങ്ങുമ്പോഴത്തേന് അത് വിളഞ്ഞ തേങ്ങയാന്ന് കാണുമ്പോൾ അറിയാം. ആ ചിരട്ട കാണുമ്പോൾ അറിയാം വിളഞ്ഞതാണ്. ഒരുമാതിരി വെളുത്ത തേങ്ങ ഇരിപ്പുണ്ട്. അത് വിളയാതെ കരിക്ക് കുറേ കൂടെ മുറ്റിയത് അത് പന്നലായി പോവും വീടുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അത് പാണ്ടി തേങ്ങയാണ് വരുന്നത്. നാടൻ തേങ്ങയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അറിയാം നാടൻ തേങ്ങയും ആ കിടക്കുന്നതൊക്കെ പാണ്ടി തേങ്ങയാണ് അവിടെ. പിന്നെ അതൊന്നും വാങ്ങിയില്ല. പിന്നെ കൂടുതലായിട്ട് അവിടെ പിള്ളേരുടെ ബിസ്ക്കറ്റിനൊക്കെ ഒരുപാട് ഓഫറുണ്ട്. പിന്നെ നൂഡിൽസ്, അത് പിന്നെ ഷാമ്പൂ, സോപ്പ് പൊടിക്കൊക്കെ ഒരുപാട് മറ്റേ എന്താണ് സോപ്പ് പൊടി അല്ലാതെ ഉപയോഗിക്കുന്ന ലിക്വിഡ് സോപ്പ് പൊടിയുടേതും എല്ലാം ഓഫറുണ്ട്. കുറേ സാധനങ്ങളുടെ ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വേറെ വലിയ സാധനങ്ങളൊക്കെ അതാത് വില തന്നെ. സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് പലവ്യഞ്ജന കടയേക്കാളും ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റാ അത്. ആരുടെ അത് അംബാനിയുടെ മറ്റേ ജിയോ മാർട്ട്, സ്മാർട്ട് ബസാർ. അപ്പൊ അവിടെ പിന്നെ നമ്മൾ തന്നെത്താനെ എല്ലാം കോരി എടുത്ത് കൊണ്ടുവന്ന് തൂക്കി കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ തന്നെ വണ്ടി കയറ്റി നമ്മുടെ വണ്ടി കയറ്റണം. അവിടെ സർവീസ്
അത്ര പോരാ. ആർക്കും ഇല്ല. കൂടുതലും വീടുകളിലും അവിടെ ഇവിടെയൊക്കെ ഓർഡർ ചെയ്യുന്നിടത്ത് കൊണ്ടു കൊടുക്കുന്ന ജോലിക്കാരാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ഇപ്പം ധന്യയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവർ നല്ല ചാക്കിലും കവറുകളിലെല്ലാം പാക്ക് ചെയ്ത് നല്ലോണം കൊണ്ട് നമ്മുടെ വണ്ടിയിൽ വെച്ച് തരും. നമ്മളൊന്നും അറിയണ്ട. ഇത് അങ്ങനല്ല, നമ്മളത് ഇത്രയും കൂടെ വണ്ടിക്കകത്ത് തെള്ളി കവറ് പോലും അവിടെ തരത്തില്ല. ചാക്കിനകത്ത് പാക്ക് ചെയ്ത് നമ്മൾ തന്നെ കോരി എടുത്ത് അളവ് എടുക്കുന്നിടത്തുണ്ട്. വലിയ ജോലിക്കാരൊന്നുമില്ല, 1-2 ജോലിക്കാർ ഓരോ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ഇതേ ഉള്ള അവിടെ വേറുള്ള ജോലിക്കാരൊന്നുമില്ല. അത് വളരെ ഒരു മോശപ്പെട്ട കാര്യമാണ്. കവറും ഇതൊന്നും വണ്ടികളിലൊന്നും വെച്ച് കൊടുക്കാനുള്ള സർവീസ് ഇല്ല. നമ്മൾ കുറെ 30 കിലോ അരിയും അങ്ങനത്തെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 വണ്ടിയിൽ എടുത്തപ്പോൾ സാധനങ്ങൾ പിന്നെ അത് വണ്ടിയിൽ നമ്മൾ പറക്കിയിട്ടോണ്ട് ഡിഗ്ഗിയിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര പാടുപെട്ട് പിള്ളേര് എടുത്ത് വെക്കാനൊക്കെ കുറെ എടുത്ത് വെക്കാൻ. രാത്രി ആയാലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. മേത്തറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലെ ശനിയും ഞായറും ഓഫറുണ്ട്. എല്ലാ ആഴ്ചയിലും ശനിയും ഞായറും ഓഫറുണ്ട്. അവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ ലാഭമാണ്. പിന്നെ അവിടുത്തെ സർവീസും നല്ലതാണ്. ധന്യയിലെ സർവീസും ഒക്കെ നല്ലതാണ്. കാരണം നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന അവർ ഉത്തരവാദിത്തത്തോടു കൂടി ബില്ലടിച്ച് കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്ത് കവറും ഒന്നും വേണ്ട, അവർ ചാക്കൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് നമുക്കുള്ള വണ്ടിയിൽ വെച്ചിട്ട് ാക്കി തരും കൊണ്ടുവന്ന് അവിടെ നിൽക്കുന്ന ജോലിക്കാർ. നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അവർ നല്ല സർവീസ് ചെയ്യുന്നവരായതുകൊണ്ട് അവിടെയൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെ കൊടുക്കുന്നുമുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു വർഷം കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ധന്യായി നിന്ന് മേടിക്കും. അവിടെ നല്ല സർവീസൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ നമ്മുടെ രാവിലത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ അന്നേരം എടുക്കാം വ്ളോഗ്. പിന്നെ മറ്റേ ഇപ്പോൾ പോയ സ്ഥലത്താണെങ്കിൽ സ്മാർട്ട് ബസാറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വരുന്നവർ വേണമെങ്കിൽ ഇതെല്ലാം കോരി തൂക്കി വേണമെങ്കിൽ തെള്ളിക്കൊണ്ട് പോയി എന്നുള്ള ഒരു ധാരണയില്ല അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെ വലിയ തിക്കും തിരക്ക് ഇടിയുന്ന ഒന്നുമില്ല. കാരണം ഒരു വട്ടം ചെല്ലുന്നവർ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ മടിക്കും. സാധനങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഓഫറിൽ കിട്ടും. പക്ഷെ നമ്മൾ വയ്യാത്ത ഒരാൾ ഒരു സാധനം മേടിച്ചിട്ട് വണ്ടിക്കകത്ത് തെള്ളി തന്നെ ഇങ്ങ് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അവരെയൊക്കെ സഹായിക്കുന്നതാണല്ലോ ഒരു സർവീസ്. അത് അവിടെ നടപ്പാക്കണം എത്രയും പെട്ടെന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പം ബാക്കിയുള്ള വ്ളോഗ് നമ്മൾ പിന്നീട് ഇനിയിപ്പോൾ സാധനങ്ങളുടെയൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ രാവിലത്തെ വ്ളോഗ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇനിയിപ്പം ചിലപ്പം ഗ്യാസ് റീപ്ലേസ് ചെയ്യാനൊക്കെ ആൾ വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് അതൊക്കെ എടുത്ത് കാണിച്ച് നമ്മളതൊക്കെ എക്സ്പ്ലെയിൻ എല്ലാം കാണിക്കും. അപ്പോൾ മമ്മി അപ്പം ഇന്നത്തെ വ്ളോഗ് ഇതാക്കുമല്ലേ അല്ലേ? ഇല്ല, കുറച്ചുകൂടെ കഴിയട്ടെ. കറിയൊക്കെ അത് ഗ്യാസ് നമുക്ക് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വ്ളോഗ് ഉണ്ടെങ്കിൽ ഈവനിങ് വ്ളോഗ് ആയിട്ടിടാം. അപ്പോൾ അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രാവിലത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറഞ്ഞു. എല്ലാവർക്കും ടാറ്റ. ഇത് കാണുകയൊക്കെ ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓക്കെ.